ഓ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചിലർക്ക് കഷ്ടമുണ്ട്, ചിലർ രക്തസാക്ഷികളായി മരിച്ചു എന്ന് കരുതി പത്രോസേ നീയും മരിക്കണമെന്നില്ല. കാരാഗൃഹത്തിനകത്ത് കിടക്കാം, പക്ഷേ നീയും മരിക്കണമെന്നില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന് പത്രോസിനെ കുറിച്ച് ഇനിയും പദ്ധതികൾ ഉണ്ട്. രോഗം വന്നിരിക്കാം, പ്രശ്നങ്ങൾ വന്നിരിക്കാം, പക്ഷേ നമ്മുടെ ദൈവം രക്ഷിക്കുന്ന നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദിയോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവമേ ഇന്ന് പകലിലും ഞാൻ അറിയുന്നു എന്നെ കുറിച്ച് അങ്ങേക്ക് പദ്ധതിയുണ്ട്, എന്നെ കുറിച്ച് അങ്ങേക്ക് പദ്ധതിയുണ്ട്, എൻ്റെ മക്കളെ കുറിച്ച് അങ്ങേക്ക് പദ്ധതിയുണ്ട്. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ കാണുന്നു, ചില വീടുകളിൽ നിന്ന് ആമേൻ നിങ്ങളുടെ മക്കളുടെ മേൽ പിശാച് പദ്ധതിയിട്ടിരിക്കുന്ന ചില പദ്ധതികളെ ദൈവം ഈ ദിവസങ്ങളിൽ പൊളിച്ചു കളയാൻ പോകുകയാണ്. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മക്കളുടെ മേലുള്ള ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുകയാണ്. ആ ദൈവ പദ്ധതി ഇങ്ങനെ ആയിരിക്കും. എന്നോട് ദൈവം പറയുന്നു, ഒന്നുകൂടെ ദൈവത്തോട് അടുപ്പിക്കുന്ന നിലകളിൽ. ഹോളി സ്പിരിറ്റ്, ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അക്കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. ഓ ലവ് യു ജീസസ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. വിഷയം ഇതാണ്, നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ ദൈവത്തോട് ഒന്നുകൂടെ ഇതുവരെ അടുത്തതിനേക്കാൾ ഒന്നുകൂടെ ആഴത്തിൽ അടുക്കത്തക്ക നിലകളിൽ ചില ദൈവപ്രവർത്തികൾ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിലകളിലുള്ള ദൈവപ്രവർത്തികൾ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. ഇതൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ വചനത്തെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദൈവ ശബ്ദത്തെ ഒന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തിട്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ, വലിയ ദൈവപ്രവർത്തികൾ. ഓ, വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ, വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ ദൈവ ശബ്ദത്തെ ഓരോ കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ പേസ്റ്റ് ചെയ്യുകയാണ്. മക്കൾ ഒന്നുകൂടെ ദൈവത്തോട് അടുത്ത് നിൽക്കത്തക്ക നിലകളിൽ ഓ ദൈവപ്രവർത്തികൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകാൻ ഇടയാകട്ടെ. ദൈവനോട് പറയുന്ന ഇങ്ങനെ ഒരു ശബ്ദം എനിക്ക് കേൾക്കാം. ചില കുടുംബങ്ങളില് ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടിട്ട്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടിട്ട് മക്കൾ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുകയാണ്. മുൾപടർപ്പ് കണ്ട മോശയെ ദൈവത്തോട് അടുപ്പിച്ചതുപോലെ ഓ ചാർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവ ശബ്ദത്തെ ഒന്ന് സ്വീകരിച്ചാണ്. മുൾപടർപ്പ് കണ്ട മോശ, ഹോരേബ് പർവ്വതത്തിൽ മുൾപടർപ്പ് കണ്ട മോശ ദൈവത്തോടൊന്നുകൂടെ അടുത്ത് വരുവാൻ മോശെ ആകർഷിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ മഹത്വം ദൈവം മക്കളെ കാണിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.